അപ്പോൾ നമ്മൾ ഇന്നലെ ജേർണലിങ്ങിൻ്റെ ഒക്കെ ഫ്രണ്ട് പേജ് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊന്നൊരു വാട്ട് മേക്സ് മീ ഹാപ്പി ചെയ്ത് നോക്കിയാലോ. ഇനിയിപ്പോൾ അതെന്താ സാധനം എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ജേർണലിംഗ് ഒക്കെ ചെയ്യില്ലേ, അതേ ബുക്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പേജാണിത്. നമ്മളിങ്ങനെ ഹാപ്പി ആക്കാനുള്ള ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ പിക്ചറായിട്ടും റേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന ഒരു പേജാണ് ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇതിൻ്റെ ഒരു റെഫറൻസ് കണ്ടിട്ട് അതേപോലെ ഞാനും ചെയ്ത് നോക്കിയതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനും തീമിനും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ജേർണലിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും പറ്റും. നമ്മളിപ്പോൾ ഓരോരുത്തരും ഓരോ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നത് ഒരു നല്ലൊരു ഹോബി പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ മാസമായാലും ചിലവർക്ക് വീക്കിലി ഒക്കെ ചെയ്യണവരുണ്ട്. പിന്നെ ഇങ്ങനെ ജേർണലിംഗ് ഇങ്ങനെ മന്ത്ലി ആയിട്ടും വീക്കിലി ആയിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ ഓരോ ഇയറിനായിട്ട് ഓരോ ഡയറി മേടിച്ചിട്ട് ഓരോ മന്തിനും ഓരോ പേജ് അനുസരിച്ച് നമ്മൾ ഓരോ തീമിന് ചെയ്യുന്നത് അതൊക്കെ ഒരു നല്ലൊരു ഹോബി പോലെ തന്നെയാണ്. പിന്നെ ഓരോ ആൾക്കാരുടെ ഹോബീസൊക്കെ വ്യത്യസ്തമാണല്ലോ. ഇപ്പോൾ ജേർണലിങ് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അതേപോലെ ഡ്രോയിങ്ങും സ്കെച്ചിങ്ങും അല്ലാണ്ട് തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. അപ്പോൾ ഓരോ ആൾക്കാരുടെ ഹോബി വ്യത്യാസമായതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്നിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് പിന്നെ ഇങ്ങനെ ജേർണലിങ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനായിട്ട് തന്നെ ഒരു കിറ്റ് ഇങ്ങനെ ഫ്ലിപ്കാർട്ട് വഴി ഇങ്ങനെ മേടിച്ചു തന്നു. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ എന്നല്ല, അതൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അതിങ്ങനെ ഒരു എത്ര 500 സംതിങ് അതിൻ്റെ ഒരു ഇടയിലായിട്ട് ബിലോ 500ൻ്റെ ആയിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒരു പർപ്പിൾ തീമിലായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടും. അതല്ലാതെ തന്നെ ഏറ്റവും നല്ലത് പറയുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഡയറി മേടിച്ചിട്ട് നമ്മൾ തന്നെ അതിനുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് ചെയ്ത് നോക്കണതാണ്. എന്നാൽ പിന്നെ നമുക്ക് ഏത് തീമിന് വേണേലും ഏത് തീം ഏത് മന്തും ചെയ്ത് നോക്കും ചെയ്യാമല്ലോ. അപ്പോൾ അതാ നമ്മുടെ വാട്ട് മേക്സ് മീ ഹാപ്പി ഇതാ പകുതിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് മിനിയേച്ചർ പിക്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ എന്താ കാര്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കുറച്ച് ക്യൂട്ടും കൂടി ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ കുറച്ച് കളർഫുൾ ആണെങ്കിലല്ലേ കുറച്ചും കൂടി ചന്തം ഉണ്ടാവുള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഓരോ തീമിനനുസരിച്ചിട്ടും ചെയ്യാതെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ തീം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ വാട്ട് മേക്സ് മീ ഹാപ്പി ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ട്രൈ ചെയ്ത് നോക്കാനും ഒന്നും മറക്കല്ലേ.